വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CPAS 2025 BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ CPAS സൈറ്റിൽ വന്ന അപ്ഡേഷൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര റാങ്ക് വരെയുള്ള കുട്ടികളെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 300 റാങ്കിന് അകത്ത് വരുന്ന കുട്ടികളെയാണ് ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സീറ്റ് വാക്കൻസിയും ഇതിൽ അഡ്മിഷൻ, അതായത് ഇന്റർവ്യൂവിന് പോയതിനു ശേഷം അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെ വാക്കൻസി ഒക്കെ വരുന്നതനുസരിച്ച് CPASൽ അപ്ലൈ ചെയ്ത ബാക്കി കുട്ടികളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. നമുക്കൊരു 500 റാങ്കിന് താഴെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ 2025 CPASന്റെ പ്രോസ്പെക്ടസും ഫീസ് സ്ട്രക്ചറും എല്ലാം നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ 2024 പ്രോസ്പെക്ടസ് വെച്ചിട്ടായിരുന്നു നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷത്തെ കറക്റ്റ് രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പ്രോസ്പെക്ടസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് അതുപോലെ ഓരോ കോഴ്സിനെ പറ്റിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കാനാണ് ആദ്യം പോകുന്നത്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പലരും മാർക്കും കാര്യങ്ങളും റാങ്കും ഒക്കെ അയച്ചു തന്നിട്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനും കൂടിയുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഫസ്റ്റ് നമ്മൾ ഫീസ് സ്ട്രക്ചർ ആണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ UG കോഴ്സസിലെ BSc നഴ്സിംഗിന്റെയും BSc MLT BPT BSc മെഡിക്കൽ മൈക്രോബയോളജി BPharm ഫീസ് സ്ട്രക്ചറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഈ വർഷത്തെ നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ട്യൂഷൻ ഫീ ഉണ്ട്. അതായത് 4 വർഷത്തെയും ട്യൂഷൻ ഫീ ഒരുപോലെയാണ് BSc നഴ്സിംഗിന് വരുന്നത്. സ്പെഷ്യൽ ഫീസിനാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ കോഷൻ ഡിപ്പോസിറ്റ് 10,000 റുപ്പീസ്, ഇത് നിങ്ങളുടെ 4 വർഷത്തെ പഠനത്തിന് ശേഷം തിരിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ടോട്ടൽ 4,20,300 രൂപയാണ് വരുന്നത്. അതുപോലെ BSc MLTയുടെ ട്യൂഷൻ ഫീ കൊടുത്തിട്ടുണ്ട് 93,000. 4 വർഷത്തിലേക്കും വരുന്നത് ഇതേ റേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ സെം വൈസ് കൊടുക്കാനുള്ള ഫീയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ ആയിട്ട് BSc MLTക്ക് CPASൽ വരുന്ന ടോട്ടൽ 4 വർഷത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 4,42,565 രൂപയാണ്. അതുപോലെ നെക്സ്റ്റ് ഫിസിയോതെറാപ്പിക്ക് 4,28,965 രൂപയാണ് വരുന്നുണ്ടാവുക. അതുപോലെ BSc മെഡിക്കൽ മൈക്രോബയോളജിക്ക് 2,84,465 രൂപയാണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ 2 ലക്ഷം രൂപ നിങ്ങൾ ഒരുമിച്ചല്ല അടയ്ക്കാനുള്ളത്, ഓരോ വർഷത്തെ ഫീസായിട്ടായിരിക്കും അടയ്ക്കേണ്ടി വരുന്നത്. അതോടൊപ്പം ഈ കോഴ്സസിന് എല്ലാത്തിനും കോഷൻ ഡിപ്പോസിറ്റ് 10,000 റുപ്പീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടാണ് വരുന്നത്. ഫീസുകൾ വരുന്നത് SC ST OEC എന്ന കാറ്റഗറി ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനും ഈ ഫീസ് തന്നെയാണ് വരുന്നുണ്ടാവുക. അതുപോലെ BPharmന് 98,000 ആണ് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ റെഡ് കളറിൽ കാണാൻ സാധിക്കുന്നില്ലേ, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കറക്റ്റ് കൊടുക്കേണ്ട ഫീ ആണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ 5,19,065 റുപ്പീസ് ആണ് BPharmന് വരുന്നത്. അതുപോലെ അതിന്റെ താഴെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഫീ വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രോസ്പെക്ടസിലേക്ക് പോകണം. പ്രോസ്പെക്ടസിൽ കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഓരോ കോഴ്സിനെയും എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഫീ വരുന്നത്, അതായത് നിങ്ങളുടെ ഹോസ്റ്റൽ ഫീ, മെസ് ഫീ, ID കാർഡിന്റെ ഫീ, അതുപോലെ തന്നെ നിങ്ങളുടെ മെറ്റീരിയൽസ്, ബുക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫീയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ കുട്ടികളുടെ ഡൗട്ട് ആയിരുന്നു CPASന് E-Grants ഉണ്ടോന്ന്. CPASന് E-Grants സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ E-Grants സ്കോളർഷിപ്പ് കിട്ടണം എന്നുള്ളവര് ഞാൻ E-Grantsന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള ക്രൈറ്റീരിയാസും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് E-Grants സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതിൽ എത്രത്തോളം ഇൻകം ഒക്കെയാണ് വേണ്ടത് എന്നതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോസ്പെക്ടസിൽ നമുക്ക് കഴിഞ്ഞ വർഷം 10 കോളേജസ് അല്ല, കുറച്ച് കോളേജസ് കൂടുതലുണ്ടായിരുന്നു. ഈ വർഷം 10 കോളേജസ് ആണ് CPASൽ വരുന്നത്. പുതുപ്പള്ളി, ചെറുവണ്ടൂർ, മണിമംഗലക്കുന്ന്, അതുപോലെ പാല, പത്തനംതിട്ട, നെടുംകണ്ടം, സീതത്തോട്, കാഞ്ഞിരപ്പള്ളി, കൊട്ടാരക്കര. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം പ്രോസ്പെക്ടസിൽ തന്നെ. പല കുട്ടികളും ചോദിച്ചതാണ് ഗാന്ധിനഗറിൽ പോണോ പുതുപ്പള്ളിയിൽ പോണോ എന്നുള്ളത്. നിങ്ങൾക്ക് വരുന്ന മെയിലിൽ നിങ്ങൾ എവിടെയാണ് പോകേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ടാവും, അവിടെയാണ് നിങ്ങൾ പോകേണ്ടത് കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ CPASൽ തന്നെ അവരുടെ വെബ്സൈറ്റിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി തുക, അതായത് നിങ്ങൾ ഇതിൽ നിന്ന് മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഫീ റീഫണ്ട് കിട്ടുമോ എന്ന് പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫീ റീഫണ്ട് കിട്ടില്ല. നിങ്ങൾക്ക് 4 വർഷത്തെ കോഴ്സിനുള്ള ഫീയും അടച്ചാൽ മാത്രമേ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് തിരികെ തരികയുള്ളൂ.
ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അതിനുശേഷം വേണം നിങ്ങൾ കമന്റ്സിൽ ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാനായിട്ട്. നമ്മളിപ്പോൾ BSc നഴ്സിംഗിന് നമുക്ക് ഗാന്ധിനഗറിൽ 50 സീറ്റാണ് ഉള്ളത്. അതിൽ ഗവൺമെന്റ് അലോട്ടഡ് സീറ്റ് 25ഉം CPAS അലോട്ട്മെന്റ് 25ആണ് വരുന്നത്. അതായത് നിങ്ങളിപ്പോ CPASനെ അപേക്ഷിച്ചിട്ട് അതിൽ വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ ഇത് LBSന്റെ അണ്ടറിലാണ് ഇപ്പോൾ CPAS. ഈ ഗവൺമെന്റ് അലോട്ടഡ് എന്ന് പറയുന്നത് LBS വഴി കിട്ടുന്നതാണ്. ഈ 50 സീറ്റ് ഉണ്ടെങ്കിലും 25 സീറ്റ് ആർക്കാണ് പോകുന്നത്? LBS വഴിയാണ് ഈ കോളേജിൽ കുട്ടികളെ എടുക്കുന്നത്. അതുപോലെ 25 കുട്ടികളെയാണ് CPAS വഴി എടുക്കുന്നത്. നമ്മൾ ആദ്യം CPASലെ എല്ലാ കോളേജസും, അതായത് ഈ 10 കോളേജസിലുള്ള BSc നഴ്സിംഗിന്റെ ടോട്ടൽ സീറ്റ് ഒന്ന് കണക്കാക്കുക. നിങ്ങൾക്കിത് സ്വയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. CPASൽ നമുക്ക് എത്ര സീറ്റാണ് വാക്കൻസി ഉള്ളത് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ഇപ്പൊ ഒരു 80 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം മൊത്തത്തിൽ. അത്രയല്ല, നമുക്ക് കൂടുതലുണ്ട്. ഈ 80 സീറ്റ് ഉള്ളതിൽ 100 കുട്ടികൾ അപേക്ഷിച്ചെന്ന് വിചാരിച്ചോ. ഈ 100 കുട്ടികൾക്കും 300-ൽ 300 ആണെന്ന് വിചാരിച്ചു ഇൻഡെക്സ് മാർക്ക്. പക്ഷെ ഈ 100 കുട്ടികൾക്കും നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ സീറ്റിന് വാക്കൻസി എന്ന് പറയുന്നതുണ്ടെങ്കിൽ മാത്രമേ എത്ര കുട്ടികളെ ആ സീറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കണം. അതിനുശേഷം വേണം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ആരടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് കറക്റ്റ് ഒരു റിപ്ലൈ കിട്ടില്ല. അതിന്റെ റീസൺ ഇതാണ്. നമുക്കൊരു 100 സീറ്റ് ഉണ്ട്, 150 കുട്ടികൾ അതിനുവേണ്ടി അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ 150 കുട്ടികൾക്കും നല്ല മാർക്ക് ഉണ്ടെങ്കിലും 100 കുട്ടികളെ മാത്രമേ അതിനകത്ത് എടുക്കുകയുള്ളൂ. അപ്പൊ ഈ 100 കുട്ടികളെ എങ്ങനെയാണ് എടുക്കുന്നത്? ഇൻഡെക്സ് മാർക്ക് പല രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് മാർക്ക് ടൈഅപ്പ് ആയിട്ട് വരുവാണ്. ഒരു കുട്ടിക്ക് 298, മറ്റൊരു കുട്ടിക്കും 298 ആണെങ്കിലും സെയിം റാങ്ക് അല്ല വരുന്നത്. അത് എന്തുകൊണ്ടാണ്? ആ ടൈഅപ്പ് വരുമ്പോൾ ഇവര് ഇൻഡെക്സ് മാർക്ക് വേറെ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ കാൽക്കുലേഷൻ മെത്തേഡ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് സ്വന്തം മാർക്ക് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയ കുട്ടികൾക്ക് ഈ ഒരു ഡൗട്ട് വരുന്നതായിരിക്കില്ല. ഇനി എങ്ങനെയാണ് ഫീ അടക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഓരോ കോളേജസിലും ഓരോ രീതി ആയിരിക്കും. അവർ ചിലപ്പോൾ ഡയറക്റ്റ് വാങ്ങുന്നവരുണ്ടാവും, ചില ആൾക്കാർ ബാങ്കിൽ കൊണ്ട് അടയ്ക്കണമെന്ന് പറയുന്നുണ്ടാവും, ചെല്ലാൻ വഴിയും DD വഴിയും ഒക്കെ ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ കോളേജിൽ പോയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ കമന്റ് സെക്ഷനിൽ എത്ര റാങ്ക് ഉള്ള കുട്ടികളെ വിളിച്ചിട്ടുണ്ട് എന്നതൊക്കെ നിങ്ങൾ വന്ന് പറഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള സ്റ്റുഡൻസിനും ആ റാങ്ക് അനുസരിച്ചാണ് ഇനി വിളിക്കാൻ പോകുന്നത് എന്നൊരു പ്രതീക്ഷയോടുകൂടി ഇരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് വന്ന് കമന്റ് സെക്ഷനിൽ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത കോഴ്സ് BSc MLT ആണ്. അതിന് എത്രയൊക്കെയാണ് സീറ്റ്, കറക്റ്റ് ഫീ സ്ട്രക്ചർ, അതായത് കോളേജ് യൂണിയൻ ഫണ്ട്, ലബോറട്ടറി ഫീ, ലൈബ്രറി ഫീ, അതുപോലെ സ്റ്റേഷനറി ഫീ, അങ്ങനെ ഫുൾ ഫീസിന്റെയും കറക്റ്റ് കണക്ക് നമ്മുടെ പ്രോസ്പെക്ടസിലുണ്ട്. പല കുട്ടികളും ഫീ സ്ട്രക്ചർ ചോദിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഓരോ ഫീയും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പോകും. അതിനായിട്ട് കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ SC ST OEC സ്റ്റുഡൻസിന് വരുന്ന ഫീ എന്ന് പറയുന്നത് BSc നഴ്സിംഗിന് അഡ്മിഷൻ ഫീ 1000 rupees ആണ്. ബാക്കി എല്ലാ കോഴ്സസിനും വരുന്നത് 2000 rupees ആണ്. അതുപോലെ അവർക്ക് കോഷൻ ഡിപ്പോസിറ്റ് കൊടുക്കണം. പല കുട്ടികളും ചോദിച്ചതാണ്, ഈ അഡ്മിഷൻ ഫീ അടച്ചു, ഇനി കോളേജിൽ പോകുമ്പോൾ എന്തെങ്കിലും ഫീ കൊടുക്കണമോ എന്നുള്ളത്. ആദ്യം നിങ്ങൾ കോളേജിൽ വിളിച്ച് അന്വേഷിക്കണം. പിന്നെ നമുക്ക് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് കോഷൻ ഡിപ്പോസിറ്റ് അടയ്ക്കാനാണ്. 10,000 rupees ആണ് അത് വരുന്നത്. അതുപോലെ അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ്, അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ E-Grant സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് അത് കുറച്ച് ഡിലേ ആവും. ആ ഒരു സമയം വരെയുള്ള ഫീ സ്ട്രക്ചർ നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അത് E-Grant സ്കോളർഷിപ്പ് കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ പ്രോസ്പെക്ടസിൽ ഓരോ സബ്ജക്റ്റിന്റെയും സീറ്റ് വാക്കൻസി, അതുപോലെ തന്നെ ഫീ സ്ട്രക്ചർ, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ടൈം വെറുതെ കളയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി പറയുവാണ്. നിങ്ങൾ ഓരോ മാർക്കും റാങ്കും തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ചാൻസ് ഉണ്ടോ എന്നാണ്. അങ്ങനെയുള്ള കുട്ടികളോട് പറയുന്നതാണ്, നമുക്കിപ്പോൾ CPASൽ 300 താഴെയുള്ള കുട്ടികളെയാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ CPASന്റെ ഇന്റർവ്യൂ ഒരു തവണയല്ല നടക്കുന്നത്, ഇനിയും ഇന്റർവ്യൂവിന് വിളിക്കാൻ സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണ്? സീറ്റ് വാക്കൻസി വരുന്നത് കൊണ്ടാണ്. നമ്മുടെ LBSലില്ലേ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ്, അതെങ്ങനെയായിരുന്നു? ഈ വാക്കൻസി അനുസരിച്ചാണ് വിളിക്കുന്നത്. അതുപോലെ CPASന്റെ ഇന്റർവ്യൂ എങ്ങനെയാണ് വിളിക്കുന്നത്? വാക്കൻസി അനുസരിച്ച് വിളിക്കും. അപ്പൊ കുറെ കുട്ടികൾ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് പാരാമെഡിക്കലാണ് ഞാൻ CPASനെ ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് കിട്ടിയത് BSc നഴ്സിംഗ് ആണ്. എനിക്ക് പക്ഷേ പാരാമെഡിക്കൽ വേണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? BSc നഴ്സിംഗിന്റെ ആദ്യം ഇന്റർവ്യൂവിന് പോകണം. ഈ ഇന്റർവ്യൂവിന് പോയിട്ട് നിങ്ങൾ BSc നഴ്സിംഗിന് താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്താൽ മതി. എന്നിട്ട് പാരാമെഡിക്കലിന് വെയിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ പോകുന്ന ഇന്റർവ്യൂ അവരോട് ചോദിക്കാം, BSc നഴ്സിംഗിനല്ല ഞാൻ കൊടുത്തിരുന്നത്, പാരാമെഡിക്കലിനാണ് ഞാൻ കൊടുത്തിരുന്നത് എന്നുള്ളത്. ഇനി BSc നഴ്സിംഗിന്റെ കൂടെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ നമുക്ക് LBSന്റെ വന്നിട്ടില്ല, അതിലോട്ടൊരു ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം.
കാരണം CPAS ഇപ്പോൾ LBSന്റെ അണ്ടറിലതായതുകൊണ്ട് ട്രാൻസ്ഫർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്കത് ഒഫീഷ്യൽ ആയിട്ട് അപ്ഡേറ്റ് വരാത്തത് കൊണ്ടാണ് നിങ്ങളെ അത് അറിയിക്കാത്തത്. അപ്പോൾ നിങ്ങൾ പോകുന്ന കുട്ടികൾ അങ്ങനെ അന്വേഷിച്ചിട്ട് അങ്ങനെ ഉറപ്പ് വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ അത് വന്ന് പറയുക. കുട്ടികളും ലെങ്തി ആവുന്നതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാത്തത് കൊണ്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ആ ഡൗട്ട്സ് എല്ലാം ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ വന്ന് കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നതും പിന്നെയും ഞാൻ അതിന് റിപ്ലൈ തരുന്നതും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വീഡിയോ നിർത്തുവാണ്. നമുക്കിപ്പോ BSc നഴ്സിംഗിന് 50 സീറ്റാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 100 കുട്ടികൾ അതിനുവേണ്ടി അപേക്ഷിച്ചു കഴിഞ്ഞാൽ 100 കുട്ടികൾക്കും കിട്ടില്ല. മാർക്ക് അനുസരിച്ച് 50 സീറ്റിനുള്ള കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ മാർക്ക് ഒരുപാട് ഉണ്ടായിട്ടും ഇപ്പോൾ കാര്യമില്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാറ്റഗറി ബേസ് റിസർവേഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതനുസരിച്ച് മാറും. പക്ഷെ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ഹോപ്പ് വിടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് നന്നായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.